Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ 2020ന്റെ അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തവർക്കും സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവർക്കും വളരെ അധികം സന്തോഷം തരുന്ന ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് സപ്പോർട്ട് ദ ചാനൽ. അതേപോലെ തന്നെ വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്, സോ ദാറ്റ് നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഹാപ്പി ന്യൂസ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ DOAയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കും ഒക്കെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അതേപോലെ തന്നെ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. നോട്ടിഫിക്കേഷൻ കാണിച്ചു തരാം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം എന്താന്ന് വെച്ചാൽ കുറേ പേര് ചോദിക്കുകയുണ്ടായി, NSS NCC മാത്രമല്ല, പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതേപോലെ ഒരുപാട് മറ്റ് റിസർവേഷൻ രാജ്യപുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അവരൊന്ന് അപ്ലൈ ചെയ്യുന്ന നേരത്ത് ഈ ഒരു കാര്യങ്ങളുടെ എക്സ്ട്രാ മാർക്സ് അല്ലെങ്കിൽ ബോണസ് മാർക്സ് ലഭിക്കാനായിട്ട്, വെയിറ്റേജസ് ലഭിക്കാനായിട്ട് ഒരു ഓപ്ഷനും അവിടെ അപ്ലിക്കേഷനിൽ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഇത്രയും കാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതേപോലെ ഉള്ള രാജ്യപുരസ്കാർ പോലെയുള്ള മറ്റ് സർട്ടിഫിക്കറ്റ്സും നന്മ മുദ്ര സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചവർക്കൊന്നും ഒരു ബോണസ് മാർക്സും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. ബട്ട് ദിസ് ഇയർ ഓൺവേർഡ്സ് 2021 ഓൺവേർഡ്സ് അതിന് ബോണസ് മാർക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ കാറ്റഗറിക്കാണ് എക്സ്ട്രാ ബോണസ് മാർക്സ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ദിസ് ഇസ് ദ നോട്ടിഫിക്കേഷൻ. 2021-22 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിന് സ്കൗട്ട്, ഗൈഡ്, റേഞ്ചർ, റോവർ എന്നിവയിൽ ഹയർ സെക്കൻഡറി തലത്തിൽ രാജ്യപുരസ്കാർ സർട്ടിഫിക്കറ്റ്, നന്മ മുദ്ര സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിച്ചവർക്ക് 15 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് അനുവദിച്ചിട്ടുള്ള തീരുമാനം സർവകലാശാലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഓൾറെഡി അപ്ലൈ ചെയ്ത കുറേ പേരുണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ ഇരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത വെയിറ്റേജ് രേഖപ്പെടുത്താനാവുന്നതാണ്. അതുപോലെ നിലവിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി പ്രസ്തുത വെയിറ്റേജ് 24/8/2021 വൈകുന്നേരം 5 മണിക്കുള്ളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. വിച്ച് മീൻസ് നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എഡിറ്റ് ഓപ്ഷൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. 24-ാം തീയതി വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻസ്. ആ സമയത്ത് നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരില്ല. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ഇങ്ങനെ ഒരു ബോണസ് മാർക്സ് നിങ്ങൾക്ക് കിട്ടാനുണ്ട്, വെയിറ്റേജസ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. സോ ദിസ് ഇസ് ദ ഹാപ്പി ന്യൂസ് ഫോർ ദിസ് ഇയർ 2021 ഫോർ UG അപ്ലിക്കൻസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. മറ്റ് വീഡിയോസ് പോലെയല്ല, ഇത് പലരും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ഇറക്കുമ്പം പലരും അറിയില്ല ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ 15 മാർക്കാണ് എക്സ്ട്രാ മാർക്സ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആ 15 മാർക്ക് നിങ്ങൾ കളയാതിരിക്കുക, ബോണസ് മാർക്സ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ദിസ് ഇസ് ഇറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.